ബിഗ് ബോസിൽ ഒണിയൻ സാബു. ഇപ്പൊ ഒണിയൻ സാബു എന്നാണ് പുള്ളി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഓൾറെഡി ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആദ്യമേ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഒരു 5 പവർഫുൾ ആയിട്ട് ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ തോന്നിയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ഒണിയൻ സാബു. കാര്യം ആദ്യം തന്നെ കണ്ടപ്പോഴത്തേക്ക് ഒരു ടഫ് ലുക്കും പിന്നെ പുള്ള സംസാര ശൈലിയും എല്ലാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു ഡോമിനേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളെന്ന് പേഴ്സണലി എനിക്ക് തുടക്കത്തിലത്തെ ഒരു എപ്പിസോഡിലൊക്കെ തോന്നിയിട്ടുള്ള ഒരാൾ തന്നെയാണെന്ന്. പക്ഷെ ഇപ്പൊ പോകും തോറും പുള്ളി ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എന്ന് പറയുന്ന ഒറ്റ കാര്യം തന്നെയാണ്. അത് എന്ത് പ്രശ്നം നടന്നാലും പുള്ളി ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാമ്പാറിനകത്ത് കുറച്ചും കൂടി ഇത്തിരി മല്ലിച്ചിരട്ടെ അല്ലെങ്കിൽ കുറച്ച് പരിപ്പോടെ ഉണ്ടാക്കിയാലോ, അതാണ് പുള്ളിയുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ. പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഫോക്കസ് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് പുതിയ റെസിപ്പി എന്നാണ്, അല്ലെങ്കിൽ ആൾക്കാരെ ഫുഡ് അടിപ്പിച്ച് എങ്ങനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാം എന്നുള്ള ഇതിൽ പുള്ളി ആ ഒരു വേറൊരു ഫുഡി ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണോ പുള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാവുന്നത്. പുള്ളി ഏത് രീതിയിലാണ് ഈ ഗെയിം അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് പുള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് പേഴ്സണലി എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു സ്പിരിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മറ്റേ ഉസ്താദ് ഹോട്ടലിൽ പറയുന്ന പോലെ നമുക്കൊരു മാപ്പിളിനെ, നമുക്കൊരു ചെക്കനല്ലേ വേണ്ടത്, അല്ലാതെ ബിരിയാണി വെക്കാനുള്ള ഒരാളെയല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു ഗെയിമറിനെ, നല്ലൊരു പ്ലെയറിനല്ലേ വേണ്ടത്, അല്ലാതെ ഒരു ഷെഫിനെ അല്ലല്ലോ. അപ്പൊ ഇനി എങ്ങനെയാവും ഈ പറയുന്ന ഒണിയൻ സാബു തുടർന്നുള്ള ഗെയിംസിലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയത്തില്ല. കാര്യം അധികം നാളെ ഇതേ ലൈൻ തന്നെയാണ് അല്ലെങ്കിൽ ഇതേ സ്ട്രാറ്റജി തന്നെയാണ് പുള്ളി പോകുന്നതെങ്കിൽ അധികം ചിലപ്പോൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല.